മോളെ പെൺപിള്ളേരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വനിതകളാണ്. അതെ. എങ്കിലേ ഒരു അഡ്മിഷൻ എടുക്കാനാ. ആർക്ക്? എനിക്ക്. അത് ഈ പ്രായത്തിലൊരാഗ്രഹം തോന്നും. എന്റെ മകന്റെ കാറേ മരുമളാണ് ഓടിക്കുന്നത്. എന്റെ മകനായി കഴിഞ്ഞല്ലേ അവിടെ ഭർത്താവായത്. ഞാനൊന്ന് ഓടിക്കട്ടെ. ചേച്ചി ആ ഫോട്ടോയും ആധാറും ഇത് പറപ്പിക്കും ഞാൻ. മരുമകളെ അല്ല കാറേ ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. ഷൂ ആണല്ലേ? എടാ ഒരു വള്ളി വന്നിട്ടുണ്ട്. ആരാടാ വള്ളി? എടാ നമ്മുടെ ഹോട്ടലിൽ നിന്നേ ഡെയിലി ഒരു ബിരിയാണി ആ കേണലിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന്. എടാ ശരി ശരി, ഞാൻ ഡ്രൈവ് പഠിക്കാണ്ടിരിക്കും, പിന്നെ വിളിക്കും. ഇത് നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ്, പേര് ഐശ്വര്യ. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കേ. കൃഷ്ണ ഗുരുവായൂരപ്പ, മരുമകളൊക്കെ സ്പീഡിൽ ഓടിക്കാൻ പറ്റണേ. അതെ ചേച്ചി, അതാണ് ഇത് ക്ലച്ച്, ഇടത്തേക്കാല്, നടുക്ക് ബ്രേക്ക്, ആക്സിലേറ്റർ, ABC, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇത് സ്റ്റിയറിങ്, ഇത് ഹോണ്, ഇത് ഡോറ്. ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ മകൻ്റെ വണ്ടിയിലുണ്ട്. തലക്കിട്ടൊരെണ്ണം കൊടുക്കും. എടാ വരാലിന്റെ തലക്കിട്ട് അടിച്ചാലേ ചാകത്തുള്ളൂ. ഒരു 5 എടുത്ത് വറുത്ത് വെക്ക്, ഞാൻ വരാം. നമ്മൾ കയറിയാലുടൻ സീറ്റ് ബെൽറ്റ് ഇടണം. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ. ആ ബെൽറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് പണ്ട് കാണുന്ന ബെൽറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നു. ആയ കാലത്ത് കെട്ടിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതാ. സുരേഷിന്റെ വെയിൽ ഇടിച്ച് പൊളിച്ചിട്ട് 50,000 രൂപ കൊടുക്കേണ്ടി വന്നു. വേലിക്ക് 50,000 രൂപയാവും. വെയിൽ പൊളിച്ച് സുരേഷിന്റെ അടുക്കളയിലാണ് പോയി നിന്നു. ആ അപ്പൊ വീട് വിളിച്ച് നേരെ നോക്കി വണ്ടി ഓടിക്കണം, മെല്ലെ ആക്സിലേറ്റർ കൊടുക്കണം. പോണ വഴി പൊരന്റെ മീതിൽ നിർത്തുന്നേ കൊച്ചെ. ഇച്ചിരി മത്തി മേടിച്ച് വീട്ടിൽ കൊടുക്കാൻ. ഒന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് പോയിട്ട് പണിയുണ്ട്. ഇത്ര ദിവസം കൊണ്ടിരിക്കണ്ട, വീഴുന്നില്ലല്ലോ. വയസ്സാം കാലത്ത് ഒരേ പാടേ. എടാ പല്ലില്ലെങ്കിൽ ബീഫ് ഫ്രൈ തിന്നണ്ടെന്ന് പറ. ഇത് മിക്സിയിൽ അടിച്ചു കൊടുക്കാൻ പറ്റുവാ? അടുത്തത് ഐശ്വര്യാണ്. എനിക്ക് എച്ച് വേണ്ടായിരുന്നു, ഫ്യൂന്ന് ചെയ്യായിരുന്നു. ആഹാ, ഒരൊറ്റ കമ്പി പോലും മിച്ചം വെച്ചില്ല. ഒരു കമ്പിയെങ്കിലും ബാക്കി വെച്ചേക്കാൻ മേലാ. ഇറങ്ങി പിടിക്കാനും കീറിടാനും ബ്രേക്ക് ഇടാനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളേ. കമ്പിയൊക്കെ മാറി